ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? നമ്മളിന്നില്ലേ കുറച്ച് പാലും ഒരു പഴവും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പാൽ വാഴക്ക ഉണ്ടാക്കാം കേട്ടോ. ഒരടിപൊളി ടേസ്റ്റാണ് മക്കളെ. അപ്പം ഞാനതിന് കുറച്ച് പാലെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര ആവശ്യമിച്ചാൽ അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു സ്പൂണാണ് നെയ്യ് ഒഴിച്ചത്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, നമ്മളെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് അതൊന്ന് വറുത്തെടുക്കട്ടോ. അതിൽ തന്നെ നമുക്കൊരു പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് എടുക്കാറ് മക്കളെ, അടിപൊളി ടേസ്റ്റ് എടുക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേനൊക്കെ അടിപൊളി ടേസ്റ്റ്, അവർക്ക് ശരീരത്തിന് നല്ലതാണ്. പിന്നെ കുറച്ച് ജൗവരി ഉണ്ടാവില്ലേ, അത് കുറച്ച് വെള്ളത്തിൽ മുന്നേ കഴുകി വെച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും പാൽ വാഴക്ക, അടിപൊളി ടേസ്റ്റ്. ഞങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ എന്ത് ടേസ്റ്റെന്ന് അറിയാം. പിന്നെ എനിക്ക് പായസമൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ പിന്നെ എന്താണ്, ഇത് എളുപ്പമാണ്. പായസത്തിൻ്റെ രുചി വേറെ, ഇതിൻ്റെ രുചി വേറെ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ പഴം വാട്ടിയെടുക്കാൻ മതി. അപ്പോൾ നമ്മൾ ഇത് പാൽ വാഴക്കൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റൊക്കെ. ഞാനതിൽ ജൗവരി കുതിർത്തി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊരു പിന്നെ ഒരു ഗ്ലാസിൻ്റെ ഇതുപോലെ ബൾബാവില്ല, അതേപോലെ ആകണം. നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് നമ്മൾ പരിപാടി ചെയ്യും. കുട്ടികളൊക്കെ പായസം ചോദിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ പാൽ വാഴക്ക ഉണ്ടാക്കാൻ എന്ത് രസമെന്നറിയാം, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അപ്പോൾ ഇത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് അരി കിടന്നിട്ട് ഇങ്ങനെ വെന്ത് കാണണം കേട്ടോ. ഇളക്കിയാൽ മതി, ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ, ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം ഇങ്ങനെ കൂടുതൽ പറയുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് തിളക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. അത്ര ടൈം മതി നമുക്ക്. ഒരു ചായ തിളക്കുന്ന ടൈം മതി ഇത് ഉണ്ടാക്കാൻ കേട്ടോ. കാരണം അത്ര ടൈം അത്ര സാധനങ്ങളെല്ലാം ഇതിലേക്ക് നമ്മൾ ഇടണുള്ളൂ. അപ്പോൾ ഒരു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വെന്ത് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ വാട്ടി വെച്ചിട്ടില്ലേ അണ്ടിപ്പരിപ്പും മുന്തിരിയും പഴമൊക്കെ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഇത് 2-3 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് ഒന്നിങ്ങനെ സെറ്റായി കഴിഞ്ഞ് നമ്മൾ വാഴക്ക അടിപൊളിയായി മക്കളെ, എന്ത് ടേസ്റ്റാണെന്ന് അറിയില്ല. ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടാ, ഒരു 2-3 ഏലക്കായ, പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂട്ടിയിട്ട് ഒരു 1/4 സ്പൂൺ ജീരകം വേണമെങ്കിൽ, ചെറിയ ജീരകം ഉണ്ടാവില്ലേ, അത് നിങ്ങൾക്ക് അതിൻ്റെ ഇത് ഇഷ്ടമാച്ചാൽ നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഏലക്കായ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് 2 പാടെ 3 പാടെ പൊടിച്ചിട്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് മക്കളെ. നിങ്ങളെല്ലാവരും ഇങ്ങനെ കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒരു ഒറ്റ പഴം മതി, കുറച്ച് ജൗവരിയും ഒരു 2-3 ഗ്ലാസ് പാലുണ്ടായി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാലില്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുത്താൽ മതി. തേങ്ങ ഉണ്ടാകുമല്ലോ വീട്ടിൽ, അപ്പോൾ തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കി, നല്ല രസമാകും അവർക്ക്. ഇത് കഴിക്കുമ്പോഴും അവർക്കൊരു വയറ് നിറയും, സന്തോഷമാകും, ഇത് കഴിക്കുകയും ചെയ്യും. ഈ പഴം തിന്നാത്ത മക്കളൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. കാരണം നമുക്കും നല്ല ഇഷ്ടപ്പെടും ഇത്. അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലിട്ടിട്ടുണ്ടല്ല, ഏലക്കായും ജീരകവും ഞാൻ പൊടിച്ചിതിലിട്ടിട്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു രസം ഇത് തിന്നുമ്പോൾ. അങ്ങോട്ട് ഞാൻ പിന്നെ ഞാൻ ഇപ്പോൾ ശരി, ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ. ഹലോ, അപ്പം നമ്മൾ പാൽവാണക്കൊക്കെ ഉണ്ടാക്കി അടിപൊളി മക്കളെ, എന്ത് ടേസ്റ്റോ വെച്ചിട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എന്താണ്, ഒരു പഴം ഉണ്ടായാൽ കുറച്ച് പാലും ഉണ്ടായ, ഒരു പഴം മതി കേട്ടോ. ഒരു പഴം ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കാം പാൽ വാഴക്കം. പിന്നെ കേട്ടോ അടിപൊളി ടേസ്റ്റാണ്, എന്ത് രസമുണ്ട്. ഒരു പഴം ഉണ്ടായാൽ മതി, പിന്നെ കുറച്ച് ജൗവരി ഉണ്ടായാൽ മതി കേട്ടോ. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ പഴം കൊടുന്ന് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത് നോക്കിയതാ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പോയി ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട്. നോക്കുവാണോ?